സാധാരണ ഒരു ജന്നി വരുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ജന്നി ഉണ്ടായ ഉടനെ ആദ്യം അത് ജന്നിയാണെന്ന് നമുക്കിപ്പം അവബോധമുണ്ട്, എങ്ങനെയാണ് ജന്നി ഇരിക്കുന്നത്. അപ്പോൾ അത് കണ്ട ഉടനെ ഒരാളെ ഒരു പരന്ന പ്രതലത്തിൽ കിടത്തണം, സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കിടക്കണം. കാരണം കൈയും കാലും വെട്ടി വലിക്കുമ്പോൾ അവിടെ ഇവിടെ മുട്ടി അപകടം വരാതിരിക്കാനായിട്ട്, മുറിവുണ്ടാകാതിരിക്കാനായിട്ട് ഒരു സേഫായ പ്രതലത്തിൽ കിടത്താം. അത് കഴിഞ്ഞിട്ട് ശരീരത്തിലെ വസ്ത്രങ്ങളൊക്കെ ഒന്ന് ലൂസാക്കി കൊടുക്കാം. പ്രാണവായു കിട്ടുന്ന രീതിയിൽ, നല്ലതായിട്ട് ഓക്സിജൻ കിട്ടുന്ന രീതിയിൽ എല്ലാവരെയും അടുത്തുനിന്ന് മാറ്റി നിർത്താം. ആളെ ഒന്ന് പതുക്കെ ഒന്ന് ചെരിച്ച് കിടത്തുവാണെങ്കിൽ, കാരണം ആ സമയത്ത് വരുന്ന തുപ്പലും വായിന്ന് വരുന്ന പതയെല്ലാം ശ്വാസകോശത്തിൽ കയറാതിരിക്കാനായിട്ട് ഒന്ന് സൈഡിലോട്ട് ചെരിച്ച് കിടത്തുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എത്ര നേരം നമ്മൾ അങ്ങനെ കിടത്തും? സാധാരണ ഈ അപസ്മാരം 5 മിനിറ്റിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്കത് തലച്ചോറിലെ കൂടുതൽ ക്ഷതം ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് 5 മിനിറ്റ് കൂടുതലാവുന്നെന്ന് കണ്ടാൽ എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കണം. അപ്പം നമുക്കറിയാം, മരുന്ന് കൃത്യമായ ഡോസിൽ കറക്റ്റായിട്ട് കഴിക്കണം. സാധാരണ ഒരു 3 വർഷം വരെയാണ് പറഞ്ഞതെങ്കിൽ അത് കറക്റ്റായിട്ട് കുട്ടിയുടെ വളരുന്നതനുസരിച്ച് അതിൻ്റെ വെയിറ്റ് അനുസരിച്ചുള്ള ഡോസ് അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ കറക്റ്റായിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലണം. പിന്നെ മരുന്ന് ഈ മരുന്നിന് പല ബ്രാൻഡുണ്ട് ഒരു മരുന്നിന്, അല്ലേ? അപ്പം ചില ബ്രാൻഡുകൾ വിലക്കുറവാണെന്ന് പറഞ്ഞ് ഇപ്രാവശ്യം ഡോക്ടർ തന്ന മരുന്ന് മാറ്റി മറ്റൊരു ബ്രാൻഡ് ആക്കുന്നത് അത്ര നല്ലതല്ല. ഇതിൽ ഒരേ ബ്രാൻഡ് തന്നെ തുടർച്ചയായിട്ട് കൊടുക്കുന്നതാണ് പലപ്പോഴും കൺട്രോൾ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത്.